അമ്മാമ്മനെ ആദ്യമായിട്ട് കണ്ടപ്പോ അമ്മാമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്തായിരുന്നു? ഞാൻ ഒളിച്ചു നിന്ന് നോക്കി കണ്ടു. ചാച്ചൻ ആദ്യം ഒന്ന് വന്നതേ ഉള്ളൂ, പിന്നെ ആരും വന്നില്ല അവിടെ നിന്ന് കാണാന്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടിയാ ഞങ്ങൾ കഴിഞ്ഞത്. ഭക്ഷണത്തിലൊക്കെ ഇച്ചിരി കുറവൊക്കെ വന്നിട്ടുണ്ട്. ആരും ഒന്നും ഞാൻ ആരെയും അറിയിക്കുകയില്ല. എന്നെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. അമ്മയുണ്ട്, ഇളയ ആങ്ങളയുണ്ട്. ആങ്ങളയോടൊന്നും ഞാൻ പറഞ്ഞില്ല. കൊണ്ട് എന്നാലും ഒരു ദിവസവും കിടന്നിട്ടില്ല. അമ്മാമ്മേ, അതെ, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷേ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടാ? ഇതാ എന്റെ ആയുധം. നിനക്കറിയാമോ? നിനക്ക് എന്നാ അറിയാം? എന്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ എന്നോട് ഇപ്പൊ നീ ഇത് പറയുന്നത്. ചാച്ചൻ എന്നോട് ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിരിക്കാനും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നൊരു ഇണയെ ദൈവം നൽകുമെന്ന് ബൈബിളിൽ പറഞ്ഞു വെച്ച പോലെ ദൈവം ചേർത്ത് വെച്ചവരാണ് ഇവരെ. ഭൂമിയിൽ ഒരു വിവാഹം നടക്കുമ്പോൾ സ്വർഗവാസികളും ഭൂവാസികളും ഒരുപോലെ സന്തോഷിക്കും. അതെ, അത്തരമൊരു സന്തോഷത്തിന്റെ പൂർണ്ണതയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാവരും നോക്കിക്കണ്ടതും അതുപോലെ തന്നെ ഒരുപാട് ട്രെൻഡിങ്ങുമായിട്ടുള്ള 81ാം വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികൾ ക്ലാരമ്മയും പാപ്പച്ചനും. ഇന്ന് ഗുഡ്നസ് ടിവിയോട് കൂടി ചേരുന്നത് ഈ പാപ്പച്ചനും ക്ലാരമ്മയാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവരോട് സംസാരിച്ചപ്പോ എനിക്ക് വളരെ ആകാംക്ഷയാണ്. ഇവരുടെ കൂടുതൽ വിശേഷങ്ങളും ഇവരുടെ അനുഭവങ്ങളും, അത്രയേറെ അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇവരോട് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് തുടങ്ങാം. അപ്പച്ചനും അമ്മച്ചിയും വിവാഹ വാർഷികം കഴിഞ്ഞ് ഇപ്പൊ 81ാമത്തെ വർഷത്തിൽ നിൽക്കാണല്ലേ? അപ്പൊ ഈ 81 വർഷം എന്ന് പറയുമ്പോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നിട്ടും ഇത്ര ആരോഗ്യത്തോട് കൂടിയിട്ട് രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ദൈവാനുഗ്രഹമാണല്ലേ? അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നേ? ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് വിശ്വസിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാ? ആലോചിച്ചു വന്നു. പിന്നെ ഞങ്ങൾ നമ്മൾ കാണുന്നത് ഞങ്ങളുടെ ഒത്തുകല്യാണം കണ്ടിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ ഈ അമ്മാമ്മേനെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഇഷ്ടപ്പെട്ടു. കാരണവന്മാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ അംഗീകരിച്ചു. എല്ലാം ഇഷ്ടപ്പെട്ടു. അതെടുപ്പില്ല. ഞങ്ങൾ വിവാഹം നടന്നു. ഞങ്ങൾക്ക് ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുണ്ടായിട്ടില്ല. അമ്മാമ്മേനെ ആദ്യമായിട്ട് കണ്ടപ്പോ അമ്മാമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്തായിരുന്നു? വായത്തിലൊന്ന് കണ്ടേ ഉള്ളൂ. ഒത്തുകല്യാണത്തിന് അന്ന് മുഖമൊക്കെ മൂടിക്കെട്ടി പള്ളി വന്നപ്പം വളരെ നോക്കി പിന്നെ ഒന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. ചാച്ചന്മാർ ചോദിച്ചതിനൊക്കെ എല്ലാം സമ്മതിച്ചു. ഞാൻ ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും ആണ് ഞങ്ങൾ തമ്മിൽ ശരിയായിട്ട് കാണുന്നത്. കല്യാണത്തിൽ വന്നപ്പോഴും ഞങ്ങളെ കെട്ടിക്കാൻ മുന്നേറ്റ് അച്ഛൻ ഇറങ്ങി വരുമ്പോഴേ അച്ഛൻ പറഞ്ഞു, പാപ്പച്ച നല്ലപോലെ നോക്കി തിരുപ്പതി ഉണ്ടെങ്കിൽ പറയാവുള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിലൊന്നുമില്ല, തിരുപ്പതിയാന്ന് പറഞ്ഞു. ഞാൻ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞു. അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞല്ല, കല്യാണത്തിന്റെ അന്നാണ് അമ്മാമ്മേനെ കണ്ടുമുട്ടിയെന്ന്. അപ്പൊ ഇന്നത്തെ ഈ ഒത്തുകല്യാണത്തിന് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ പെൺപിള്ളേര് പോലും ആൺപിള്ളേരുടെ വീട് കാണുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് ഇന്നത്തെ കാലഘട്ടമല്ല, ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ രസകരമായിട്ടുള്ള ഒരു അനുഭവം അമ്മാമ്മയ്ക്ക് ഉണ്ട്. അപ്പൊ അതൊന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല.
ഒക്കയ്ക്കും വന്നിട്ട് ഞങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇന്നെ കണ്ടുമില്ല. കല്യാണം കഴിഞ്ഞിട്ടും പിന്നെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോഴാണ് ഞാൻ ഒളിച്ചു നിന്ന് നോക്കി കണ്ടു. എന്നാൽ വെട്ട പിന്നെ വന്ന് കണ്ടില്ല. കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് ഇരുന്നപ്പോൾ ആ വാതൊക്കെ തന്നെ എത്തി വരിഞ്ഞ് നോക്കി ചാച്ചനെ എന്നും കണ്ടു. അന്നേരം അങ്ങനെ ആദ്യം കണ്ടത്. കണ്ടപ്പോ എന്താ പെട്ടെന്ന് തോന്നിയത്? കണ്ടപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല, ഇഷ്ടമായി എനിക്ക് തോന്നിയത്. എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നോ? എന്നെ കെട്ടാൻ പോകുന്ന എന്റെ കെട്ടിയോൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ? ആ അതൊക്കെ അങ്ങനെ ഒരു ഓർമ്മയൊന്നും ഇല്ല ഇനി വന്ന്. എന്നാ പ്രായവും കുറഞ്ഞ 15 വയസ്സിലോട്ട് കയറിയപ്പോഴേ അപ്പനും കൊണ്ട് കെട്ടിച്ചു. അപ്പനും അത് കഴിഞ്ഞിട്ട് 2-3 മാസത്തിനകമായിട്ട് അപ്പൻ അങ്ങ് മരിക്കുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ടാ എൻ്റെ ജോലി തീർത്ത് വെക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു, പള്ളിയിലെ അച്ഛനോട്. അച്ഛൻ പറഞ്ഞു ഇപ്പം വേണ്ട, 1 വർഷം കൂടെ കഴിയട്ടെന്ന്. അപ്പൻ സമ്മതിക്കുകയില്ല. ഒഴി പറഞ്ഞു എനിക്ക് എൻ്റെ ജോലി തീർത്ത് വെക്കണം എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ജോലി തീർത്ത് വെക്കാൻ അച്ഛൻ സമ്മതിക്കണമെന്നും പറഞ്ഞ് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം കഴിഞ്ഞു, നടത്തി. ഈ കല്യാണം കഴിഞ്ഞപ്പോ അപ്പാപ്പൻ വന്നല്ലോ. അപ്പൊ അപ്പാപ്പനെ എങ്ങനെയാണ്, അപ്പാപ്പനെ ഇഷ്ടപ്പെട്ടോ? അപ്പാപ്പന്റെ ഇങ്ങനെ ജീവിത ശൈലിയൊക്കെ എങ്ങനെയായിരുന്നു? അവനൊരു മുണ്ട് കൊടുത്ത് ചുമ്മാ ഒരു തോർത്താണ്, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ഇടയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്നും ആള് ഷർട്ട് ഇട്ടിട്ടില്ല, ചുമ്മാ ഒരു തോർത്ത് തോളെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ അങ്ങോട്ട് പോയതും അങ്ങനെയാ. ആദ്യം അങ്ങനെ ചാച്ചൻ ആദ്യം ഒന്ന് വന്നതേ ഉള്ളൂ. പിന്നെ ആരും വന്നില്ല അവിടെ നിന്ന് കാണാൻ, ആരും വന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ മൂത്ത ആങ്ങളെ വരുത്തിയിട്ട് വേറെയാ താമസമേ. അവനോട് മൂത്ത ആങ്ങളയോട് പറഞ്ഞു, എടാ നീ അവിടെ ചെന്ന് ഭർത്താവിയെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ചെറുക്കനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ചാച്ചാന്നാണ് മൂത്ത ആങ്ങളെ വിളിക്കുന്നത്. ചാച്ചൻ വന്നു, വീട്ടിൽ വന്നിട്ട് മൂത്ത ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ചേട്ടനെയും കൂട്ടിക്കൊണ്ട് ഏച്ചിക്കുളത്ത് ചെന്ന് ചാച്ചനെയൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോന്നു. തരക്കേടില്ല, നന്നതാ എന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു കിളിരുപറമ്പിലെ സാറിൻ്റെ അമ്മ വീടാണ് ഇവിടെ അന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച സാറാ. അപ്പൊ നിങ്ങള് ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു കെട്ടി വന്നത്? അപ്പച്ചന്റെ ശരിക്കുള്ള ഒരു നാടൊക്കെ എവിടെയാ? ശരിക്കുള്ള വീടൊക്കെ എവിടെയാ? എലിക്കുളം. അതായത് പാലയില്. പാല, പൊൻകുന്നം, എലിക്കുളം. അപ്പൊ ഇവിടേക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുടിയേറി വന്നത്? ഇവിടെ കുടിയേറി 1959 ഞാൻ. അപ്പൊ എത്ര മക്കളുണ്ടായിരുന്നു ആ സമയം? അവര് വന്നില്ല. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യ മക്കളും 8 മക്കളല്ലേ? കാട്ടുമൃഗങ്ങളുടെ ശല്യമൊക്കെ തീർന്ന് സുഖമായിട്ട് ജീവിക്കാൻ, കുടുംബം ജീവിക്കാറ്. ഞങ്ങൾ വന്നത് ജില്ലയുടെ മണ്ടയിൽ മഠം വെച്ച, ജില്ലയുടെ മണ്ടയിൽ പേര വെച്ചാണ് അവിടെ കിടന്ന് ഏറ്റുമാടം വെച്ച് അവിടെ കിടന്നുകൊണ്ടാണ് ഇവിടെ വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കിയത്. വനമായിരുന്നു, ഒന്നാന്തരം വനമായിരുന്നു. പാഴ്മരങ്ങൾ നിറഞ്ഞൊരു കാടായിരുന്നു. അതൊക്കെ വെട്ടിത്തെളിച്ച് ചുട്ട് എരിച്ച് ആദ്യത്തെ നെൽകൃഷി ചെയ്തു. ആ നെൽകൃഷി നല്ല വിജയമായിട്ട് കിട്ടി. ആ വിജയത്തിലാണ് ഞങ്ങൾ നേടുന്നത്. അപ്പോൾ ഞങ്ങൾ 3 വീട്ടുകാർ ഒന്നിച്ചാണ് എലിക്കുളത്ത് വരുന്നത്. ഒന്ന് ഇതിനപ്പുറത്തെ വീട്ടുകാരും വേറെ ഒരു താമസം പോയി. അങ്ങനെ 3 പേരാണ് വന്നത്. ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് സ്ഥലമെടുത്തു. അതിനക്കരെ സ്ഥലമെടുത്ത് ഒന്നിച്ച് കൃഷി ചെയ്തു. ആദ്യത്തെ കൃഷി ഞങ്ങൾ പകുത്തെടുത്തു. പിന്നെ എല്ലാവരും വെവ്വേറെയാക്കി. അമ്മാമ്മ, അപ്പൊ 8 മക്കളുള്ള സമയത്താണ് അപ്പാപ്പൻ ഇങ്ങോട്ട് കുടിയേറി വന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് പെട്ടെന്ന് ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ എത്തിപ്പെടാനോ ഒന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് അമ്മാമ്മ ആ സമയത്ത് 8 മക്കളെയും കൊണ്ടിട്ട് ജീവിച്ചത്? അല്ലെങ്കിൽ അപ്പാപ്പൻ ഇല്ല അടുത്ത്, അപ്പൊ ആ ഒരു എങ്ങനെയാണ് എല്ലാവരും നോക്കി അമ്മാമ്മ ജീവിച്ചത്? ഇനി പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞത്. ആ ബുദ്ധിമുട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെ വിഷമിച്ച് കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പോരാൻ പൈസയൊന്നും ഇല്ല അതിന് കയ്യിൽ. ചാച്ചൻ്റെ ആരാണ്ടോടെ ഒരാളോട് കുറച്ച് രൂപയും മേടിച്ചോണ്ടാണ് പോകുന്നത് ചാച്ചൻ ആദ്യം.
ആ പിന്നെ ഇവിടെ വന്ന എല്ലാം കണ്ട് ഒരു പാപ്പൻ്റെ ഒരു മകളെ കെട്ടി അവൻ ആ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് നിർബന്ധിച്ചത് നമുക്ക് അവിടെ അവനിവിടെ സ്ഥലമുണ്ട്, അവനിവിടെ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അളിയൻ കൂടെ വരണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ചാച്ചനെ കൊണ്ടുപോകുന്നത്. അന്നേരം പൈസ, എടാ എനിക്ക് എൻ്റെ കൈ പൈസ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ്, പൈസ എങ്ങനെയും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പൊന്നുകുന്നത്ത് വരും, എൻ്റെ അച്ഛനും അളിയനും കൂടെ അങ്ങോട്ട് വന്നേക്കണം, നമുക്ക് ഒന്നിച്ച് പോകണമെന്നും പറഞ്ഞ് ആ മനുഷ്യൻ അങ്ങ് പോവുകയും ചെയ്തു അതിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ചാച്ചൻ അവിടെ ആരോട് കൂട്ടുകാരോടെ കുറച്ച് പൈസയും ഒക്കെ മേടിച്ച് വായ്പ മേടിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് എന്നെ കണ്ടപ്പം ചാച്ചനും ഏതാണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ വരവനും ഇങ്ങോട്ട് ആരാണ്ടോട് പൈസയും മേടിച്ചോണ്ടാണ് പോകുന്നത്. കയ്യിലൊന്നുമില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒന്ന് ഇവിടെ വന്നപ്പം ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് കുറച്ച് രൂപ ഇവിടെ കൊടുത്തിട്ടാണ് പോയത്, അഡ്വാൻസായിട്ട്. പിന്നെ പോയപ്പം എന്നാ ഇനി പോകണ്ട എന്നൊക്കെ ചാച്ചൻ പറഞ്ഞു. ചാച്ചൻ, ഞങ്ങളുടെ ചാച്ചനെ പറ്റുകയില്ല പോകാൻ എന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത രൂപ നഷ്ടപ്പെട്ടു പോകുന്നു, ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ ഞാൻ എങ്ങനെയായാലും പോകുമെന്നും പറഞ്ഞ് ചാച്ചൻ അവിടുന്ന് പിന്നെയും ആരാണ്ടോട് ചെന്ന് കടം മേടിച്ചു. ഇപ്പം 3 പ്രാവശ്യമായി 3 പേരോട് കടം മേടിച്ചോണ്ട് ഇനി പോന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ പിന്നെ അതിന് ചേരമൊക്കെ നോക്കി അപ്പടി ആനക്കാടാ പുന്നിങ്ങനെ കൈകൊണ്ട് മാറ്റി മാറ്റി ആ വഴി തെളിച്ചാ പോകുന്നെന്ന് പറഞ്ഞു. അവിടെ വന്നപ്പോഴേ ചാച്ചനെ അല്പോഴും വള്ളയാ, ഭയങ്കര പുന്നു, ഒരു മനുഷ്യൻ കയറി നടന്നാൽ കാണുകയില്ല, അല്പോഴാ പൊക്കം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കൈകൊണ്ട് മാറ്റി മാറ്റി വിട്ടാൽ നടന്ന് വഴിയുണ്ടാക്കിയ എവിടെയൊക്കെ ചെന്ന് സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ വന്നു. പിന്നെ പുറകെ പോരാ പൈസ ഇല്ല. അപ്പം പിന്നെ കുറേ വിഷമിച്ചൊക്കെയാണ് വന്നത്, പൈസ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി. ഈ വിഷമങ്ങൾക്കിടയിലും പല പല ബുദ്ധിമുട്ടുകളും ഒക്കെ വരൂലേ? ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആ ഒരു സ്നേഹബന്ധം നിലനിന്നത്? ചാച്ചൻ എന്നാ പറഞ്ഞാലും ഞാൻ അല്പോലെ അങ്ങ് കേട്ടേക്കും. പൈസ ഇല്ലെങ്കിൽ ചിലപ്പം ഭക്ഷണത്തിനൊക്കെ ഇച്ചിരി കുറവൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും ഞാൻ ആരെയും അറിയിക്കുകയില്ല. ഞാൻ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വീട്ടിൽ ചാച്ചൻ്റെ അപ്പനും അമ്മയൊക്കെ അരോട്ട് താമസമുണ്ട്, ഞങ്ങൾ താഴെയുക. അവരോട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും വിഷമത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ചാച്ചനും പറയുകയില്ല. പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട. പിന്നെ ഇങ്ങോട്ട് പോരാൻ നേരത്തെ എന്നെ പറഞ്ഞു വിട്ടു എൻ്റെ വീട്ടിലോട്ട്. വീട്ടിൽ ചെന്ന് കുറച്ച് രൂപ മേടിച്ചോണ്ട് വരാനും പറഞ്ഞു. എന്നെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. അമ്മയുണ്ട്, ഇളയ ആങ്ങളയുണ്ട്. ആങ്ങളയോടൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മ അന്ന് കാര്യമൊക്കെ നടത്തുന്നത്, അമ്മയോട് കാര്യമൊക്കെ പറഞ്ഞു. അമ്മ എൻ്റെ ഇളയതാ, അവനെ കൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് പൈസ തരുമായിരുന്നു. ഇങ്ങോട്ട് വരാൻ നേരത്തൊക്കെ അങ്ങനെ ഒത്തിരി പൈസ തന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ ദൈവത്തിനെ എങ്ങനെയായിരുന്നു വിശ്വസിച്ചത്? അല്ലെങ്കിൽ ദൈവമാണ് എല്ലാ കാര്യങ്ങളും നടത്തി തന്നെന്നൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രാർത്ഥനയൊക്കെ എങ്ങനെയായിരുന്നു? പ്രാർത്ഥനയും ചാച്ചനെ ഇങ്ങനെ ഇവിടെ വന്ന എന്നാ ദാക്ഷിണ്യം കളിച്ചു നടന്നപ്പോഴേ ചാച്ചൻ വന്ന രാത്രിയിലും പാതിരായിക്കും ഒക്കെയാണ് വരുന്നത്. അന്നേരം വന്നാലും വരുമ്പോഴേ ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് കൊണ്ടു കൊടുക്കും ഞാൻ. ആരും കഴിഞ്ഞ് വെച്ചിട്ട് അവിടെ ഇന്ന് പേപ്പർ വായിക്കും, കഥപുസ്തകം വായിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് കുളിക്കാൻ പോവും. കുളിയും കഴിഞ്ഞ് അത്താഴവും കഴിഞ്ഞ് വെച്ചിട്ട് ചാച്ചൻ തന്നെ അവിടെ ഇന്ന് കൊന്ത എന്നാലും ഒരു ദിവസവും കിടന്നിട്ടില്ല. ഞാൻ കാണുമ്പം തൊട്ട് അന്നൊക്കെ ആദ്യമൊക്കെ വീട്ടിൽ എന്നാലും കൂടി ഇന്ന് കൊന്ത ചെയ്യുന്നു. പിന്നെ ഇങ്ങോട്ടൊക്കെ പോന്നു കഴിഞ്ഞപ്പോഴാണ് ചാച്ചന് കൊന്ത എന്നാലും ഒരു ദിവസം കിടന്നിട്ടില്ല. അപ്പാപ്പ ഈ 10 മക്കളുണ്ടല്ലോ, അപ്പോ നമ്മള് ക്രൈസ്തവരായ നമ്മൾക്കുള്ള ആ മൂല്യങ്ങളും വിശ്വാസവും ഒക്കെ ഈ 10 മക്കൾക്കും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? 10 മക്കൾക്കും വിശ്വാസം കൊടുക്കുന്ന എല്ലാ പരിപാടിയും ചെയ്തു. എല്ലാവരും ഇന്ന് എല്ലാവരും വിശ്വാസത്തിൽ നിൽക്കുന്നു.
അല്പം സ്വല്പം കുറവുകൾക്ക് ചെറുപ്പമല്ലേ എല്ലാം വരും. എന്നാലും എല്ലാവരും ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു. അവർക്കൊന്നും ഒന്നിനും ഒരു കുഴപ്പമില്ല. ഈ 10 മക്കളും അവർക്ക് 7 പേര് ഇവിടെ ഉണ്ട്. 3 പേര് ജോലിക്ക് പോയവരുണ്ട്. അവരെല്ലാവരും സുഖമായിട്ട് തന്നെ ജീവിക്കുന്നു. എല്ലാവരും ദൈവവിശ്വാസത്തിൽ അടിയുറച്ചിരിക്കുന്നു. പള്ളിയിൽ പോക്കും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ട്. ഒന്നിനും കുറവൊന്നുമില്ല. അന്നത്തെ കാലത്തെ ഇവിടെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഈ പള്ളിയൊക്കെ പറയാം. ഞങ്ങൾ ഇവിടുന്ന് തോവാള ഒരു പള്ളിയുള്ളത്. അത് ഞങ്ങൾ ഇവിടുന്ന് ഏറ്റുമാനത്തിലായിരുന്നു തോവാള പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അയൽക്കാർ പിന്നെ കുറച്ച് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഏറ്റാറ്റിലുള്ളൊരു ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചു ഏറ്റാറ്റിലൊരു പള്ളി പറഞ്ഞു. അപ്പോൾ എങ്ങനെയൊക്കെ ചില്ലറ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഏറ്റാറ്റിലൊരു പള്ളി അത് കാട്ടുമരങ്ങൾ വെട്ടി ഈ ഭാഗത്തുനിന്ന് തൂണും ഒക്കെ വെട്ടിക്കൊണ്ട് ഞാൻ അതിന് മുൻകൈയെടുത്ത് പള്ളിയെ കുർബാന എല്ലാവരാക്കി. അപ്പോൾ അച്ഛൻ വന്ന് കുർബാന എഴുതി. അങ്ങനെ ആദ്യത്തെ കുർബാന ഏറ്റാറ്റ് പള്ളിയിൽ നടന്നു. ആ കുർബാന കഴിഞ്ഞ് പിന്നെ ഏറ്റാറ്റ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ മിക്കവാറും തോവാള പോയിക്കൊണ്ടിരുന്നവർ എല്ലാവരും വിയനെ കിട്ടാൻ വേണ്ടി കോതമംഗലത്ത് പോയി അപേക്ഷയായിട്ട്. ഞാൻ പോയ കൂട്ടി ഞാനും അച്ഛന്മാരും ഉണ്ട്. ഞങ്ങൾ കോതമംഗലത്ത് ചെന്ന് പരാതി കൊടുത്ത് പിതാവിൻ്റെ നേരം മേടിച്ച് പരാതിനെ കിട്ടി. അമ്മമ്മേ, അതെ, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷേ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടാ? വഴക്കുകളോ? എന്നോട് അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഓർത്തിരിക്കണ എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞി പിണക്കങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. വന്നപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാമോ? അങ്ങനെ എനിക്ക് മനസ്സിലൊന്നും ഇപ്പൊ ഓർക്കുന്നില്ല. വഴക്കൊക്കെ വന്നൊക്കെ പറയുമായിരുന്നു. പറഞ്ഞാലും ഞാൻ അതിൻ്റെ ഏഴൊന്നും പറയാൻ പോയായിരുന്നു. വഴക്ക് പറയുമ്പോൾ ഞാൻ അരിയാൻ അങ്ങ് മാറിപ്പോകും, ദേഷ്യം വരുന്ന കാണുമ്പോൾ. പിന്നെ ഞാൻ വീട്ടിനാണെങ്കിൽ അന്നേരം ഞാൻ പാള എടുത്തോണ്ട് വെള്ളം കോരാൻ പോകും, കോരിക്കൊണ്ട് വരും. അന്നേരം അങ്ങോട്ട് ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ വല്ലതൊക്കെ പറയും. ഇപ്പം എനിക്ക് പറയുന്നത് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? പണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആലോചിക്കാറുണ്ട്. ഉണ്ട്. ഇങ്ങനെ ഒന്നും ഞാൻ പറയും. ഇന്നാൾ ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറയുക, എന്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എന്നോട് ഇപ്പൊ നീ ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിട്ടുണ്ടാ? കുറുമ്പുണ്ടായിരുന്ന അമ്മാമ്മക്ക്? കുറുമ്പുണ്ടായിരുന്ന പണ്ട്? അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. എല്ലാം അനുസരിക്കുന്ന ഒരു ഭാര്യയായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ഈ പൊതുരംഗത്ത് പോകുന്ന കാര്യങ്ങൾ മാത്രം പറയേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങ് പറയുന്നില്ല. അത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കുടുംബകാര്യങ്ങൾ നടത്തി പോകുന്നു. മക്കൾ പറയുകയായി, അവരെ കല്യാണക്കാരെ ആലോചിച്ചു, അവരെ കല്യാണം നടത്തി എല്ലാവരും അവരെ വിവാഹ ജീവിതത്തിലേക്ക് അവരെ കയറ്റി വിടുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ആലോചിച്ച കാര്യം നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആ വിവാഹ ജീവിതം യാതൊരു കാരണത്താലും യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അമ്മാമ്മേ, ഈ കല്യാണം എന്നൊക്കെ പറയണത് ഒരു ആഘോഷമല്ലല്ലോ, ഒരു കൂതാശ കൂടിയിട്ടല്ലേ. അപ്പൊ അത് വിശുദ്ധമായിട്ടുള്ള അത്രയും വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ 81 വർഷം കാലം ഇങ്ങനെ ജീവിച്ചപ്പോ അതില് വലിയ സന്തോഷാണോ? പിന്നെ ദൈവാനുഗ്രഹമാണ് ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയതും. ഇത്രയും കാലം ആർക്കും കിട്ടാൻ കഴിയാത്തൊരു കാര്യമാണത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതില് വലിയ സന്തോഷാണോ? സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ഇങ്ങനെ പിള്ളേരൊക്കെ എല്ലാവർക്കും വലിയ കാശൊന്നും ഉള്ള പിള്ളേരാണ്. എന്നാലും അധ്വാനിച്ച് പറമ്പിൽ പണിതാ ഇവരൊക്കെ. എന്നാൽ ഇത്രയും പിന്നെ വേണ്ടെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ശിവിയോട് വന്നപ്പോഴൊക്കെ പറയും. അന്നേരം ശിവി പറയും, അമ്മ ഇതിനൊന്നും അറിയണ്ട, എൻ്റെ അമ്മായിന്നാണ് വിളിക്കുന്നത്, അമ്മ ഇതൊന്നും അറിയണ്ട, ഞങ്ങളതൊക്കെ നടത്തിക്കോളാം എന്ന് പറയുമോ. വേറെ ഒന്നും പറയല്ല. ആരെയൊക്കെ വിളിക്കുന്നു, എങ്ങനെ വിളിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. അമ്മാമ്മ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് 10 മക്കളാണല്ലോ. അപ്പൊ ഈ 10 മക്കളും എല്ലാവരും കൂടി വരുമ്പോ നല്ല രസല്ലേ? പിന്നെ അപ്പൊ അതെങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറൊക്കെ ഉണ്ടോ? ഉണ്ട്. ആണ്ട് തോറും എന്നാ പിള്ളേർ
ചാച്ചൻ്റെ പിറന്നാളാന്നും പറഞ്ഞുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ വരും, പായസം വെക്കും, എല്ലാവരും കൂടെ ഇവിടെ വരുന്ന, എല്ലാവരും കൂടെ ഇവിടെ കഴിയും ഒരു നേരം. ഉച്ച കഴിഞ്ഞ് എല്ലാവരും കൂടെ വരും, മക്കളൊക്കെ കൂടെ. ഇപ്പൊ കൊറേ പേരൊക്കെ ഇവിടെ ഉണ്ട്, അടുത്തുണ്ട്, കുറച്ചു പേരൊക്കെ പുറത്തൊക്കെയാണല്ലോ. അപ്പൊ അവരൊക്കെ കൂടി വന്ന് വരണതൊക്കെ ഒരുമിച്ചൊക്കെ വരാൻ പറ്റാറുണ്ടോ? ഒരാള് വരികയല്ല, അവന് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനി കുറച്ച് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ അവൻ പോകും. അല്ലാത്തവരൊക്കെ വരും. നിങ്ങളിപ്പോ വിവാഹം കഴിഞ്ഞിട്ട് 81 വർഷമായല്ലോ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമൊക്കെ തോന്നുമ്പോ അപ്പാപ്പനോടും അപ്പാപ്പൻ അമ്മാമ്മോടൊക്കെ പങ്കുവെക്കാറുണ്ടോ? എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ. ഇല്ല, ഇത്ര വർഷമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വരും പിള്ളേരെന്നാ അടുത്ത ആഴ്ച വരും, അടുത്ത ആഴ്ച വരും പറഞ്ഞ് ചാച്ചൻ വലിയ സന്തോഷമാണ്. എനിക്ക് അത്രയും സന്തോഷമില്ല. ചാച്ചൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പിള്ളേരെയൊക്കെ കാണാം, പിള്ളേരെയൊക്കെ കാണാം. ഈ മക്കളുടെ കാര്യമില്ലാതെ വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? വേറെ എന്നതാ, ഒന്നുമില്ല. എവിടേക്കെങ്കിലും പോണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നോ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അപ്പാപ്പന്റെ അടുത്ത്? ഇല്ല, ഒരിടത്തും പോണോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പാപ്പൻ അങ്ങനെ അറിഞ്ഞ് എവിടേക്കെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ടും ഇല്ല, കൊണ്ടുപോയിട്ടും ഇല്ല. പോണോന്ന് ഞാൻ പറയും, അല്ല ഈ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം, പള്ളി സ്കൂളിൽ പോകണം, അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ പണിക്കാരും ഉണ്ട്. അന്നേരം അവരുടെ കാര്യം നോക്കാൻ എനിക്ക് പറ്റുള്ളൂ, അത് തന്നെ പറ്റുകയല്ല. പിന്നെ ചാച്ചൻ്റെ കൂട്ടുകാർ വരുമ്പോഴേ ഇങ്ങനെ കാപ്പി എടുത്തു കൊടുക്കണം. പിന്നെ ചോറ് ഉണ്ടെന്ന് നേരത്താണ് ചോറ്, കാപ്പി ഇതൊക്കെ കൊടുത്തോണം. അല്ലെങ്കിൽ ചാച്ചന് കണക്കാ. അപ്പാപ്പന് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടാ? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാ? ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാ ഇനി? അങ്ങോട്ട് പോകണം. ഇനി കുറച്ചും കൂടെ നാള് ജീവിച്ചിട്ട് മതിയില്ലേ? കുറച്ചും കൂടെ നാള് ജീവിച്ചിട്ട് മതിയില്ലേ? ജീവിക്കണം ആഗ്രഹം ഞാൻ ആവശ്യം ഉണ്ട്. തമ്മിലും തന്നിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം മേടിച്ചു കൊടുത്തു പോയി. ഞങ്ങൾക്ക് ചാപ്പാട് തരാൻ മക്കളുണ്ട്. അതുകൊണ്ട് പിന്നെ സ്വത്തിനെ പറ്റിയുള്ള ആ ആഗ്രഹം പോയി. അതായത് ഇത്രയും പ്രായമായി, ഇനി പ്രാർത്ഥന കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മാമ്മ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാരും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വരുമ്പോഴേക്കും വേർപിരിയണ കാര്യമാണ് ചിന്തിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ഇത്ര 81 വർഷം 102 വയസ്സും 97 വയസ്സുള്ള നിങ്ങൾ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കണ കാണുമ്പോ ശരിക്കും എല്ലാവർക്കും അതൊരു മാതൃകയാണ്. അപ്പൊ ഇപ്പൊ വിവാഹമൊക്കെ കഴിക്കുന്ന ആൾക്കാരോട് എന്താ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തെ പറ്റിയിട്ട് പറയാനുള്ളത്? അമ്മാമ്മ, അന്നത്തെ കാലത്തെ ഈ കല്യാണ ഡ്രസ്സൊക്കെ എങ്ങനെയായിരുന്നു? തുണിയും ചട്ടയും നേരിലും ചട്ട വേറെ. ആദ്യം 3 നേരത്തെ കെട്ടിച്ചപ്പോൾ ഒരു ചട്ടയുണ്ടാക്കിയേ, ഏതാണ്ട് നിറമൊക്കെ റോസ് നിറവോ പട്ടിയട്ടയെന്നാവും വീട്ടിൽ പറയുന്നത്, പട്ടിയട്ട. ആ ചട്ട അവിടെ അമ്മ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ അലക്കി പെറുക്കി മടക്കി, അന്ന് തേയൊന്നുമില്ല, കൈ കൊണ്ട് തൂത്ത് പെറുക്കി മടക്കി ഒരു തുണി എടുത്ത് പൊതിഞ്ഞ് പെട്ടിക്കൊണ്ടി വെക്കും. പിന്നെ അടുത്ത പെണ്ണിനെ കെട്ടിക്കുമ്പോൾ അത് എടുക്കുന്നത്, അത് വരെ എടുക്കുകയല്ല, അവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ എന്നെ വരെയും കൊണ്ടുപോയി ആ ചട്ടയിട്ടുകൊണ്ട്. അത് പൂച്ചട്ടയാ, ഏതാണ്ട് പട്ടിയട്ടയെന്നാണ് പറയുന്നത് അന്ന് എനിക്കറിയത്തുള്ളൂ. ഏതാണ്ട് ഒരു റോസ് നിറവാണ് മുഴുവനും. അത് ചട്ടയുടെ കൈ ഇങ്ങനെ ഇവിടം വരെയുണ്ട്, ഇറക്കം ഇങ്ങനെ ഈ ചട്ടയുടെ ഇറക്കമൊക്കെ ഉള്ളൂ. കൈ ഇവിടം വരെയുണ്ട്, കൈക്ക് നീളം വേണം. ഈ കല്യാണത്തിനെ പള്ളിയിലേക്ക് എങ്ങനെയാ? അന്ന് ഈ വണ്ടിയൊന്നും ഇല്ലല്ലോ. വണ്ടിയില്ല. അപ്പൊ എങ്ങനെയാ പള്ളിയിലേക്കൊക്കെ എത്തിയത്? നടന്നു. അപ്പൊ എത്ര കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും? എത്ര കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും? 7 മൈൽ. 7 മൈല്. അപ്പൊ ഏകദേശം ഒരു 9 കിലോമീറ്റർ ഒക്കെ അല്ലേ? അത്രയും ദൂരം ഇപ്പൊ നടന്ന് പള്ളിയിലേക്ക് എല്ലാരും നടക്കുവായിരുന്നു. എന്നാ ഒരുത്തർക്കും വണ്ടി ഇല്ലെന്ന്. വലിയ മുതലാളിമാർ മാത്രമേ ഉള്ളൂ. ഈ ഇടത്തരക്കാർക്കൊന്നും ഇല്ല. ഇടത്തരമായിരുന്നു ഞങ്ങള്. അമ്മാമ്മ, അന്നത്തെ കാലത്തെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഇന്നത്തെ കാലത്തെ പോലെയാണോ? അല്ല, പന്തല് വിടും. പന്തല് ചുമ്മാ മനുഷ്യർ നമ്മൾ അയ്യോക്കംകാരൊക്കെ കൂടെ വന്നിട്ട് കണ്ടലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് പന്തലിടും. ഇന്നത്തെ പോലെ ഒരു പന്തലൊന്നും അല്ല, ആർക്കും ഇല്ല.
ആ പന്തലിട്ടേച്ച് പായ എടുത്ത് ഇങ്ങനെ നടുവേ നീളത്തിന് അങ്ങ് മടക്കിയിട്ട് അങ്ങോട്ട് നിരത്തി അങ്ങ് വെക്കും. എന്നിട്ട് ആ പായ കുത്തി ഇരുന്ന് ചോറ് ഉണ്ണണം. ചോറിനപ്പോ ഇന്നത്തെ പോലെ ചോറും എന്തൊക്കെ കറികളൊക്കെ ഉണ്ടാവും? കറികളൊക്കെ ഉണ്ട്. ഇറച്ചിയും മീനും മോരും പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ ഈ അന്ന് കല്യാണത്തിന് പ്രത്യേക എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? നിങ്ങൾക്കാവുമ്പോ ചന്ദൻ ചാർത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഓർക്കണ്ടോ? എങ്ങനെ? ചന്ദൻ ചാർത്തൊക്കെ ഓർക്കണ്ടോ? ചന്ദൻ ചാർത്ത് ഒന്നുമില്ല. പള്ളിയിൽ നിന്ന് വരും, വേറെ ഒന്നുമില്ല. അന്ന് ഇവിടെ മധുരം വെക്കും. മധുരം പെയ്യുണ്ട്, 2 വീട്ടിലും ഉണ്ട് മധുരം പെയ്യ്. തലേ ദിവസവും ഉണ്ട്, കല്യാണത്തിന് തലേ ദിവസവും കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും ഉണ്ട്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുമ്പം അവിടെയുണ്ട്. അവിടെ അധികം പേര് കാണുകയില്ല. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കെട്ടിയ ആളിൻ്റെ ഒരു പിന്നെ ചേട്ടന്മാരോ അളിയന്മാരോ ആരെങ്കിലും ഒരാൾ കൂടെ വരും. പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുമ്പം ഒരാളേ വരുള്ളൂ. ഒരാളിവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വന്ന് കാപ്പി കൊടുക്കും. അവിടെ നിന്ന് ചോറുണ്ടേ തന്നെ വന്നേ. പിന്നെ ഇവിടെ വന്ന് കാപ്പി കൊടുക്കും. കാപ്പി പിടിച്ച് വെച്ച് ഈ മധുരം വരുമ്പളേ മധുരം വെക്കും, പിന്നെ കാപ്പി കൊടുക്കും. അത് കഴിയുമ്പോൾ ആ മനുഷ്യൻ അങ്ങ് പോവുകയും ചെയ്യും. അമ്മാമ്മേ, ഇപ്പൊ 2 പേർക്കും അത്യാവശ്യം പ്രായമൊക്കെ ആയി. എന്നാലും നിങ്ങൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പോവാനായിട്ട് പറ്റാറുണ്ടോ? പള്ളിയിൽ പോകാൻ പറ്റാറുണ്ടോ? ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ചാച്ചൻ പള്ളിയിൽ പോകുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെയും ചാച്ചൻ ഇവിടെ നിന്ന് നടന്ന് വാഴ വരെ പള്ളിക്ക് വരെയും പോകും. വെളുപ്പിന് ഏറ്റവും ഒരു 4:30, 5 ആകുമ്പോഴത്തേനും ഉറക്കം തെളിഞ്ഞ് വെച്ച് ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയും ഞാൻ കഴിഞ്ഞ് വെച്ചിട്ട് ചാച്ചൻ പള്ളിയിൽ പോകാൻ ചേച്ചൻ്റെ കാപ്പി ഉണ്ടാക്കി ഇച്ചിരി കാപ്പിവെള്ളം എടുത്ത് ഞാൻ കൊടുക്കും. അതും കൂടി ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇപ്പം നേരം വെളുത്തില്ല, വെട്ടം വീണിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ചാച്ചൻ എന്നോട് ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ കൊന്ത, ആ കൊന്ത ഇങ്ങനെ ഒരു ഇട്ടുകൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ ആയുധം, നിനക്കറിയാമോ, നിനക്ക് എന്നാ അറിയാം, ഈ ആയുധം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഒരു പട്ടിയും പാമ്പും ഒന്നും എൻ്റെ അടുത്ത് വരികയില്ല. ഞാൻ പറഞ്ഞു, പട്ടിയും പാമ്പും ഉണ്ട്, ഇപ്പോൾ പോകണ്ട, നേരം വെളുത്തിട്ട് പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പട്ടിയും പാമ്പും ഒന്നും എൻ്റെ അടുത്ത് വരികയില്ല, എൻ്റെ ആയുധം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഒരു പക്ഷേ ആ ആയുധമായിരിക്കും ഇവരെ 2 പേരെയും ഇത്രയും വർഷക്കാലം ഒന്നിച്ച് ജീവിപ്പിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ദമ്പതികളാണ് ഇവർ, ക്ലാരമ്മയും പാപ്പച്ചനും. ഒത്തിരി കാലം ഇവർ ഒന്നിച്ച് ജീവിച്ചു. ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ 10 മക്കളെയും ചേർത്ത് വെച്ച് ഇവർ നല്ല രീതിയിൽ അവരെയൊക്കെ വളർത്തി. അതോടൊപ്പം തന്നെ ഈ ഒരു സ്നേഹബന്ധം ഇത്രയും വർഷം മുൻപോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇത് ശരിക്കും നമ്മൾക്കും ഒരു മാതൃകയാണ്. ഇനി വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും ഇപ്പോൾ വിവാഹിതരായിരിക്കുന്നവർക്കും മാതൃകയാണ്. ഇനിയും ഒരുപാട് കാലം ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.